ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്കോഡ റാപ്പിഡിൻ്റെ ബ്ലാക്ക് പാക്കേജ് എന്ന മോഡലാണ്. അത് ഓടിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അതിൻ്റെ ബ്ലാക്ക് ലെതർ സ്റ്റിയറിംഗ് പാക്കേജും നല്ല സ്മൂത്താണ്, പിടിക്കാൻ നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇത് ആസ് എൻ ഓവറോൾ ഒരു വെരി ബാലൻസ്ഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയും അതുകൊണ്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഇച്ചിരി സ്പീഡ് ഒന്ന് ആക്സിലറേറ്റ് ചെയ്താൽ പോലും അതിന് ഒരു ഡിഫറൻസും തോന്നത്തില്ല. വെരി കംഫർട്ടബിൾ തന്നെയാണ്. എന്നാൽ പോലും ഇതിൻ്റെ എയറോ ഡൈനാമിക്സും ബോഡി വെയ്റ്റും ഈ വെഹിക്കിളിന് നല്ലൊരു സ്റ്റെബിലിറ്റിയും ബാലൻസും തരുന്നുണ്ട്. എസ്പെഷ്യലി സ്പീഡ് കൂട്ടുമ്പോഴും ആ ഒരു ബാലൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ഡ്രൈവറിൻ്റെ സൈഡിലും കോ ഡ്രൈവറിൻ്റെ സൈഡിലും. പിന്നെ ഇൻബിൽറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് സ്റ്റേർഡി. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇറ്റ് കംസ് വിത്ത് ABS. അതേപോലെ ഡ്യുവൽ റേറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് സിംഗിൾ പമ്പിലൂടെ തന്നെ മൾട്ടിപ്പിൾ പ്രഷർ കൊടുത്ത് നമുക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. സോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റാപ്പിഡിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻറ്റിൽ ഇവർ ESC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. അപ്പം സ്കിഡിങ് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബ്രേക്കിംഗ് സമയത്തുള്ളത് അത് പ്രിവെൻറ്റ് ചെയ്തോളും. സ്കോഡ റാപ്പിഡിൻ്റെ മൾട്ടി ഫങ്ഷണൽ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന പോലെ അവർ എത്ര മൈലേജ് കാണിക്കുന്നുണ്ട്. അത് പോരാതെ എത്ര ഡിസ്റ്റൻസും കൂടെ കവർ ചെയ്യാൻ പറ്റും വിത്ത് ദ കറണ്ട് ഫ്യൂവൽ. നമ്മുടെ ടാങ്കിൽ എത്രയുണ്ടോ അതനുസരിച്ച് എത്ര ഡിസ്റ്റൻസും കൂടെ പോകാൻ പറ്റുന്നതും അവർ കാണിക്കും. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ അവരൊരു ഓവർ സ്പീഡ് വാർണിംഗ്, അത് നമ്മൾ സെറ്റ് ചെയ്ത പോലെ ഒരു 80 കിലോമീറ്റേഴ്സ് അനുസരിച്ച് ഒരു ഓവർ സ്പീഡ് വാർണിംഗ് അവർ ഇടയ്ക്ക് തരും. പിന്നെ ഗിയർ, അതായത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഏത് ഗിയറിലാണല്ലോ മൂവ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ത്രൂ നമ്പർ അവർ കാണിക്കും. പോരാത്തതിന് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു സജഷനും കൂടെ തരുന്നുണ്ട്. അതായത് ഗിയർ അപ്പ് ചെയ്യാൻ ടൈം ആയിക്കഴിഞ്ഞാൽ ഒരു അപ്പ് ആരോയിൽ കൂടെ ആ നമ്പറിന് തൊട്ടടുത്ത് അവരൊരു സജഷൻ തരും. അതേപോലെ ഡൗൺ ചെയ്യണമെങ്കിലും ഒരു ഡൗൺ ആരോയിലൂടെ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവറോൾ ആ ഡിസ്പ്ലേ സിസ്റ്റം ഇൻഫർമേറ്റീവും ആണ്, എന്നാൽ യൂസർ ഫ്രണ്ട്ലിയുമാണ്. സ്കോഡ റാപ്പിഡിൻ്റെ ഈ വേരിയൻറ്റിൽ വരുന്നത് ഒരു മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമുക്ക് സാധാരണ വരുന്ന പോലെ വോയിസ് ഇൻക്രീസ് ഡിക്രീസ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ചാനൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നിന്ന് ഫ്രണ്ട് ബാക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കോഡ റാപ്പിഡിൻ്റെ സ്റ്റിയറിംഗ് വീലും മൾട്ടി ഫങ്ഷണലാണ്. ബേസിക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സൗണ്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ പ്ലേലിസ്റ്റിൽ നിന്ന് സോങ് മൂവ് ചെയ്യാനുള്ളത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. പിന്നെ ഇറ്റ് ഓൾസോ ഹാസ് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ഓപ്ഷൻ. സോ നമുക്ക് കോൾസ് ആൻസർ ചെയ്യാം, ഹാൻഡ്സ് ഫ്രീ കംഫർട്ട് തരുന്നുണ്ട്. ഇത് പോരാതെ ഇവരൊരു ആൻഡ്രോയിഡ് ഫോണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പും ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് റാപ്പിഡിന് വേണ്ടിയിട്ട്. സോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൽ കൂടെ നമുക്ക് ആ ഫോണിലെ ആപ്പിൽ കൂടെ ഇപ്പോൾ ബാക്ക് സീറ്റിലിരിക്കുന്ന ഒരാൾക്കാരായി പോലും എല്ലാ കൺട്രോൾസും ഈ പറഞ്ഞ പോലെ മ്യൂസിക്, ഫോൺ എടുക്കാൻ, ചാനൽ മാറ്റാൻ, റേഡിയോ മാറ്റാൻ, അങ്ങനത്തെ ഓൾ കൺട്രോൾസ് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ പണ്ട് നമ്മൾ സാധാരണ ഇങ്ങനത്തെ കാറിലൊക്കെ വന്നുകൊണ്ടിരുന്ന റിമോട്ട് കൺട്രോൾ ആയിരുന്നു. പക്ഷെ അതിനും ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ എന്ന രീതിയിൽ അതൊരു ആപ്പായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഈ പറഞ്ഞ പോലെ റിമോട്ട് കാണാതെ പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലിനി വരുന്നില്ല. ആൻഡ് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന സാധനമാണല്ലോ ഫോൺ. സോ അതൊരു എക്സ്ട്രീംലി യൂസ്ഫുൾ ആൻഡ് ഒരു സ്മാർട്ട് അഡീഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കോഡ ആംബിഷൻ പ്ലസ് തൊട്ടുള്ള വേരിയൻറ്റിൽ ക്രൂസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലും അങ്ങനത്തെ ഹയർ എൻഡ് വേരിയൻറ്റ്സിലും മാത്രമേ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കാണാറുള്ളൂ. പക്ഷേ ഇത് മാനുവൽ തൊട്ട് ഫസ്റ്റ് ടൈം സ്കോഡ പ്രൊവൈഡ് ചെയ്യാണ് ക്രൂസ് കൺട്രോൾ. സോ നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഹൈവേസിലൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ റൈഡായിരിക്കും. ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ്ലി ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് എപ്പോഴെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം അത് നോർമൽ മോഡിലേക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ ഓൾസോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, എസ്പെഷ്യലി ലോങ് ട്രിപ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക്.
ഇതിൻ്റെ ഹസാർഡ് ലൈറ്റ് ഇടുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഈ പറഞ്ഞ 2 ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആവും. സാധാരണ വെഹിക്കിളിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് വേണം ലെഫ്റ്റ് ഓർ റൈറ്റിൽ മാനുവൽ ഇൻഡിക്കേറ്റർ ഇടാൻ. ഇതിൽ ആകെ ഒരു അഡ്വാൻറ്റേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഹസാർഡ് ലൈറ്റ് കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോയിക്കോളും. സോ ആ ഒരു 1 സ്റ്റെപ്പ് അഡ്വാൻറ്റേജ് ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.6 ലിറ്റർ പെട്രോൾ എൻജിനാണ് ഇതിന് വരുന്നത്. അതേപോലെ ഡീസൽ വേരിയൻറ്റിൽ 1.5 ലിറ്റർ. അത് മിക്ക ലക്ഷറി വെഹിക്കിൾസിലുള്ള അതേ ക്വാളിറ്റി സെയിം എൻജിൻ TDI എൻജിനാണ് വരുന്നത്. സ്കോഡ റാപ്പിഡിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻറ്റിൽ ഗിയർ ബോക്സ് വരുന്നത് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. അത് സ്കോഡയുടെ സൂപ്പർബ്, ഒക്ടാവിയ അങ്ങനത്തെ മറ്റ് വേരിയൻറ്റ്സിൽ വരുന്ന അതേ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇൻഫാക്ട് ഈ സെഗ്മെൻറ്റിൽ, അതായത് മിനി സെഡാൻ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഈ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും റാപ്പിഡിലും ഫസ്റ്റ് ടൈം. ഇതിൻ്റെ സ്കോഡ റാപ്പിഡിൻ്റെ BHP ബോത്ത് പെട്രോളിനും ഡീസലിനും 105 ആണ് വരുന്നത്. അതേസമയം ടോർക്ക് നമുക്ക് ഒരു പെട്രോളിന് 153യും ഡീസലിന് 250യും കിട്ടുന്നുണ്ട്. അത് ഓടിക്കുമ്പോൾ തന്നെ ആ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലപോലെ സ്മൂത്ത്, സ്റ്റേബിൾ ആണ് ഡ്രൈവ്. സോ ഓവറോൾ നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കംഫർട്ടബിൾ സീറ്റിംഗ്, സ്റ്റേബിൾ ബാലൻസ് ഡ്രൈവ്, എസ്പെഷ്യലി ഹൈവേ പോലത്തെ ഒരു നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡ് എടുക്കാൻ തോന്നുന്ന സമയങ്ങളിലും വെരി കംഫർട്ടബിൾ ഡ്രൈവാണ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് സ്കോഡ റാപ്പിഡിൻ്റെ ബ്ലാക്ക് പാക്കേജാണ്. ഈ മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിലെ മറ്റു വണ്ടികളായ ഹ്യുണ്ടായി വേർണ, ഫോക്സ് വാഗൺ വെൻറ്റോ, പിന്നെ ഒരു 6 months ബാക്ക് ലോഞ്ച് ചെയ്ത ഹോണ്ട സിറ്റി പുതിയ വേർഷൻ, ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു അട്രാക്റ്റീവ് വെഹിക്കിൾ തന്നെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസുമായിട്ട് 7.3 lakhs തൊട്ട് തുടങ്ങുന്ന ഈ വണ്ടി വിത്ത് അഡീഷണൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ ടെക്നോളജിക്കും സേഫ്റ്റിക്കും സ്കോഡ കൊടുത്തിരിക്കുന്ന ഈ ചെറിയ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിനെ ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കുന്നു. ഇന്നത്തെ ഡ്രീം ഡ്രൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്കൊരു പുതിയ വാഹനവുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.